ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വലിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ്. ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തം പോലെ, ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പുതിയ സിദ്ധാന്തം. എം.എ. ബേബി സഖാവാണ് ഇത് അവതരിപ്പിക്കുന്നത്. സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ: കേരളത്തിൽ ഭരണം മാറിയാൽ നാട് നശിക്കും. എങ്ങനെയുണ്ട്? കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമൊക്കെ വരുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളമായി. എങ്ങനെയെങ്കിലും ഈ ഒരു പിണറായി ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് ബേബി സഖാവ് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, മക്കളെ, ഈ ഭരണം മാറിയ പിന്നെ കേരളമില്ല, ഒക്കെ തവിടുപൊടിയാകും, വർഗീയത വരും, അഴിമതി വരും. അതായത് പിണറായി വിജയൻ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ നാളെ സൂര്യൻ കിഴക്കുദിക്കില്ല എന്നൊക്കെ പറയുന്ന അത്രയും ഭീകരമായൊരവസ്ഥ. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വർഗതുല്യമായ ഭരണം പോയാൽ നമ്മൾ പഴയ ശിലായുഗത്തിലേക്ക് പോകുമത്രേ. അപ്പോൾ ഇന്ന് നമ്മൾ കീറി മുറിക്കാൻ പോകുന്നത് ബേബി സഖാവിന്റെ ഈ ചങ്ക് പൊട്ടുന്ന തള്ളുകളെയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം? എന്തിനാണ് ഇവർ ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കാനായി നോക്കുന്നത്? ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇത്തരം ഒരു പ്രസ്താവനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങളുടെയും എന്റെയും നികുതിപ്പണം കൊണ്ട് കൊഴുക്കുന്ന ഭരണത്തെക്കുറിച്ചുള്ള ചില നഗ്ന സത്യങ്ങളാണ്. ബേബി സഖാവിനോട് ആദ്യത്തെ ചോദ്യം: സഖാവേ, കേരളം രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ ഈ 2026 എത്തി നിൽക്കുമ്പോൾ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം ഉണ്ടാക്കിയതാണോ? കേരളത്തിലെ ജനങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണം മാറ്റി പരീക്ഷിച്ചിട്ടുണ്ട്. EMS വന്നു, പിന്നെ പട്ടം താണുപിള്ള വന്നു, R ശങ്കർ വന്നു, അച്യുതമേനോൻ വന്നു, K കരുണാകരനും AK ആന്റണിയും EK നായനാരും VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒക്കെ ഈ കസേരയിൽ ഇരുന്നിട്ടുള്ളവരാണ്. ഇവരെല്ലാം മാറി മാറി ഭരിച്ചപ്പോഴാണ് കേരളം ഈ പറയുന്ന നേട്ടങ്ങൾ കൈവരിച്ചതും. അതുപോലെ തന്നെ പ്രവാസികൾ കേരളത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ചില്ലറയൊന്നും അല്ല. അവരാണ് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ നട്ടല്. അപ്പോഴൊന്നും തകരാത്ത കേരളം ഇനി ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തകരുമെന്നൊക്കെ പറയുന്നത് എന്ത് ലോജിക്കിലാണ്? ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നോക്കാം. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ്. ഇവിടെ തമിഴ്നാട്ടിൽ DMK-യും AIADMK-യും മാറി മാറി ഭരിക്കുന്നുണ്ട്. അവിടെ വികസനം നടക്കുന്നില്ലേ? കർണാടകയിൽ ഭരണം മാറുന്നുണ്ട്. അവിടെ IT മേഖല തകർന്നോ? ഡൽഹിയിൽ ഭരണം മാറി, അവിടെ വിദ്യാഭ്യാസം മോശമായോ? ഇല്ല. പിന്നെ എന്തിനാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു വിചിത്രവാദം? ഭരണം മാറുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യമാണ്. ഒരു സർക്കാർ 5 വർഷം ഭരിച്ചു കഴിയുമ്പോൾ അവർക്ക് അഹങ്കാരം വരാതിരിക്കാനും അഴിമതി കുറയ്ക്കാനും ജനങ്ങൾ നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഭരണമാറ്റം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ജനങ്ങൾ ഈ 2 മുന്നണിയും മടുത്തിട്ടുണ്ട്. മൂന്നാമതൊരു മുന്നണിക്കായി ദാഹിക്കുന്നു. അവിടെ നാടിന്റെ തകർച്ച എന്ന് വിളിക്കുന്നത് ജനവിധി മാനിക്കാത്ത സ്വേച്ഛാധിപത്യ മനോഭാവമാണ്. ബേബി സഖാവിന്റെ അടുത്ത തള്ള്: ഭരണം മാറിയാൽ അഴിമതി നിറഞ്ഞ പഴയ കാലത്തിലേക്ക് കേരളം മടങ്ങും അത്രേ. സഖാവേ, ഒന്ന് കണ്ണു തുറന്ന് ചുറ്റി നോക്കൂ. ഇപ്പൊ നടക്കുന്നത് അഴിമതിയുടെ നവകേരള പതിപ്പല്ലേ? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരു പണിയും ചെയ്യാതെ കോടികൾ കിട്ടുന്നു. ഇത് അഴിമതിയല്ലേ? കൺസൾട്ടൻസ് ആണല്ലേ? പാവപ്പെട്ട കൂലിപ്പണിക്കാരും പെൻഷൻകാരും തങ്ങളുടെ അവസാന സമ്പാദ്യം നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റിയത് ഇതേ സഖാക്കളല്ലേ? ആ പണം തിരിച്ചു കിട്ടാതെ എത്ര പേർ ആത്മഹത്യ ചെയ്തു? ഇത് അഴിമതിയല്ല, സഹകരണ മേഖലയിലെ ചെറിയ പിശകാണ്. റോഡിൽ ഇറങ്ങുന്നവന്റെ പോക്കറ്റ് അടിക്കാൻ ക്യാമറ വെച്ചു. അതിന്റെ പിന്നിലെ കരാറുകൾ ആർക്കാണ് പോയത്? സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും. ബേബി സഖാവെ, പഴയ കാലത്തെ അഴിമതി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇതിലും ഭീകരമായിരുന്നു. ഇന്ന് അഴിമതി ഒരു സിസ്റ്റമായി മാറിയിരിക്കുകയാണ്. എന്തിന്? പോയി ശബരിമല കൊള്ളയടിച്ചു. ഒരു ഫയൽ നീങ്ങണമെങ്കിൽ പോലും പാർട്ടി ഓഫീസിൽ നിന്ന് അനുവാദം വാങ്ങേണ്ട അവസ്ഥ. എന്നിട്ടാണ് ഭരണം മാറിയാൽ അഴിമതി വരുമെന്ന് പറയുന്നത്. സത്യത്തിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ സർക്കാരിനെ മാറ്റിയാലേ കേരളത്തിന് രക്ഷയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അടുത്ത പ്രധാന ആരോപണം: ഭരണം മാറ്റം വന്നാൽ കേരളം വർഗീയതയുടെ നാടായി മാറും അത്രേ. പ്രീണന രാഷ്ട്രീയം കണ്ടുപിടിച്ചവരാണ് ഈ പറയുന്നത്. കേരളത്തിൽ വർഗീയത വളർത്തുന്നത് ആരാണ്? വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഓരോ മതവിഭാഗത്തെയും പ്രീണിപ്പിക്കാൻ മത്സരിക്കുന്നത് ഇടതും വലതും ഒരുപോലെയല്ലേ? എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPM നടത്തുന്ന കളി ഭയപ്പെടുത്തുന്നതാണ്. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നു എന്ന് പറയുകയും അതേസമയം തന്നെ ന്യൂനപക്ഷ വർഗീയതയുമായി രഹസ്യധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ജാതി വേർതിരിവ് പോലും ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് ഇതേ സർക്കാരാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വർഗീയതയെക്കുറിച്ച് സംസാരിക്കുകയും ഭരണത്തിലിരിക്കുമ്പോൾ വർഗീയ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെയുള്ളത്. ബേബി സഖാവേ, കേരളം മതസൗഹാർദ്ദത്തിന്റെ നാടൊക്കെ ആയിരുന്നു, അങ്ങനെ പറയപ്പെടുന്നു എന്നേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതല്ല ഇതൊന്നും. ഇവിടുത്തെ മനുഷ്യർ നൂറ്റാണ്ടുകളായി പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നവരായിരുന്നു. അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങളാണ്. ഭരണം മാറിയാൽ വർഗീയത വരുമെന്ന് പറയുന്നത്, ഞങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വർഗീയത ഇളക്കി വിടുമെന്ന് പറയുന്നത് പോലെ തോന്നിപ്പിക്കുന്നത്. എം.എ. ബേബി ചോദിക്കുന്നു, വികസനത്തിൽ സഹകരിക്കാൻ VD സതീശൻ തയ്യാറുണ്ടോ എന്ന്. എന്താണ് സഖാവെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസനം? ജനങ്ങളെ കടക്കെണിയിലാക്കി കേരളയിൽ കൊണ്ടുവരുന്നതാണോ വികസനം? പരിസ്ഥിതി നശിപ്പിച്ച് പാറമടകൾക്ക് അനുമതി നൽകുന്നതാണോ വികസനം?
കടമെടുത്ത് കേരളത്തെ ഒരു കടക്കെണിയിലാക്കിയതാണോ വികസനം? വികസന കാര്യങ്ങളിൽ ആരോഗ്യകരമായ ചർച്ചകൾ വേണമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നതും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതും ആരാണ്? പ്രതിപക്ഷം മാത്രമല്ല, ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴും കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നവരാണ് നിങ്ങൾ. വികസനത്തിന്റെ പേരിൽ നടക്കുന്ന അഴിമതിയെ ചോദ്യം ചെയ്യുന്നത് വികസന വിരോധമാണെങ്കിൽ കേരളത്തിലെ ഓരോ പൗരനും വികസന വിരോധിയാകേണ്ടി വരും. നിങ്ങൾ പറയുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും ഒരുപോലെ സഹകരിച്ചത് മലയാളിയുടെ സംസ്കാരമായതുകൊണ്ട് മാത്രം. നാടിന്റെ നന്മയ്ക്കായി രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. പക്ഷേ അതിനെ പിണറായി വിജയന്റെ മാത്രം നേട്ടമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം. ബേബി സഖാവിന് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് സാംസ്കാരിക നായകന്മാരുടെ കാര്യത്തിലാണ്. ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ പോലും എപ്പോൾ പറയുന്നു ഭരണ തുടർച്ച വേണ്ട എന്ന്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പറയുന്നത്? കാരണം അധികാരം ഒരാളുടെ കയ്യിൽ അമിതമായി കേന്ദ്രീകരിക്കുമ്പോൾ അത് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുമെന്ന് അവർ തിരിച്ചറിയുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഉണ്ടായ അഹങ്കാരവും ജനങ്ങളോടുള്ള ധിക്കാരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കടക്ക് പുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും ജനങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിനെയും കണ്ടപ്പോ ഇടതുപക്ഷം എന്നാൽ ഇതല്ല എന്ന സാംസ്കാരിക ലോകത്തിന് തന്നെ മനസ്സിലായി കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ട്രംപിനെ പോലും വിറപ്പിക്കുന്ന എം.എ. ബേബിയുടെ ഈ തള്ള് സഹിക്കാനാവുന്നില്ല. സ്വന്തം പാളയത്തിൽ ഇരുന്നവർ പോലും എതിർക്കുമ്പോൾ അവർ നാട് നശിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുന്നത് എത്ര വലിയ വിരോധാഭാസമാണ്. തങ്ങളെ തിരുത്തുന്നവരെല്ലാം ശത്രുക്കളാണെന്ന ഈ ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം. കനൽത്തരി കേരളത്തിൽ ഒതുങ്ങാൻ കാരണവും ഇത് തന്നെ. ബേബി സഖാവിന്റെ അടുത്ത വെടി മാധ്യമങ്ങൾക്ക് നേരെയാണ്. മാധ്യമങ്ങൾ നുണ ഫാക്ടറികളാണത്രേ. സഖാവെ, മാധ്യമങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സർക്കാരിന്റെ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നുണയാകുന്നത്? ശബരിമല കൊള്ളയൊക്കെ ഞങ്ങൾ മറച്ചു വെക്കണമെന്നാണോ പറയുന്നത്? പെൻഷൻ കിട്ടാതെ ചായക്കടയിൽ ഇരിക്കുന്ന വൃദ്ധന്റെ കണ്ണീർ നുണയാണോ? KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ വിഷമിക്കുന്നത് നുണയാണോ? കേരളത്തിലെ റോഡുകളുടെ കുഴികൾ നുണയാണോ? നിങ്ങൾക്ക് അനുകൂലമായി വാർത്ത എഴുതിയാൽ അത് സത്യവും വിമർശിച്ചാൽ അത് നുണയുമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ദേശാഭിമാനിയും കൈരളിയും മാത്രമേ ഉണ്ടാവുള്ളൂ. മാധ്യമങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദമാക്കാൻ നോക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. സത്യത്തിൽ നുണകൾ പ്രചരിപ്പിക്കുന്ന ആരാണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഓരോ PR ഏജൻസികളെ വെച്ച് സർക്കാരിന്റെ ഇമേജ് കൂട്ടാൻ കോടികൾ ചിലവാക്കുന്നവർ മാധ്യമങ്ങളെ കുറ്റം പറയുന്നത് തമാശയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ബേബി സഖാവെ, നിങ്ങൾ പറഞ്ഞതുപോലെ കേരളം യാദൃച്ഛികമായി ഉണ്ടായതല്ല. ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണത്. ആ പോരാട്ടങ്ങൾ നടന്നത് ഒരു കുടുംബത്തിന് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ആയിരുന്നില്ല. അത് സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരുന്നു. ഇന്ന് ആ അവകാശങ്ങളൊക്കെ ഹനിക്കപ്പെടുമ്പോ, അഴിമതി കൊടികുത്തി വാഴുമ്പോ, സാമ്പത്തികമായി നാട് തകർന്ന് തരിപ്പണമാകുമ്പോ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കും. അത് ജനാധിപത്യത്തിന്റെ നിയമമാണ്. ഒരു മൂന്നാം മുന്നണിക്ക് വേണ്ടിയാണ് ഈ കേരള ജനത ദാഹിക്കുന്നത്. ആ മാറ്റത്തെ നാടിന്റെ തകർച്ച എന്ന് വിളിച്ച് അപമാനിക്കരുത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയും എന്നെന്നും അധികാരത്തിൽ ഇരുന്നിട്ടില്ല. ജനം നൽകുന്ന അധികാരം വിനീതമായി വിനിയോഗിക്കുക. അതിനു പകരം ജനങ്ങളെ പേടിപ്പിക്കാനൊക്കെ നോക്കിയാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതിനേക്കാൾ വലിയ തിരിച്ചടികൾ നൽകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ബേബി സഖാവ് പറഞ്ഞതുപോലെ ഭരണം മാറിയാൽ കേരളം നശിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഈ അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തിനൊരു മോചനം ആവശ്യമാണോ? മൂന്നാം മുന്നണിക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ നാട് ആരുടെയും കുടുംബ സ്വത്തൊന്നുമല്ല. പിണറായിയുടെ കുടുംബ സ്വത്തല്ല, ഈ പറയുന്ന ബേബിയുടെ കുടുംബ സ്വത്തല്ല, അത് നമ്മുടേതാണ്. ഈ സത്യം ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ തന്നെ ശബ്ദം ഉയർത്തണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.